അടുത്ത ക്വസ്റ്റ്യൻ കൺസിഡർ എ സീക്വൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 26 ആണ്. കൺസിഡർ എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഓഫ് ഫൈനൈറ്റ് ലെങ്ത്. Consecutive 4-term averages of the sequence are strictly increasing, but consecutive 7-term averages are strictly decreasing. What is the maximum possible length of such a sequence? ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ഉണ്ട് ഓഫ് ഫൈനൈറ്റ് ലെങ്ത്. അപ്പോൾ n നമ്പേഴ്സ് ഉണ്ട്, n ടേംസ് ആണുള്ളതെന്ന് വിചാരിക്കുക. വി ഡോണ്ട് നോ n. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ മാക്സിമം പോസിബിൾ ലെങ്ത്. വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് n? n max ആണ് ആൻസർ. സച്ച് ദാറ്റ് എങ്ങനെയായിരിക്കണം? കോൺസിക്യൂട്ടീവ് 4-term averages ഓഫ് ദി സീക്വൻസ്. അതായത് സീക്വൻസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ലെറ്റ് ദ സീക്വൻസ് ബി A1 A2 A3 A4 അപ് ടു ഇങ്ങനെ പോകുന്നു. കോൺസിക്യൂട്ടീവ് 4-term averages, അതായത് A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 ഡിവൈഡഡ് ബൈ 4. ഇതാണ് ഒരു കോൺസിക്യൂട്ടീവ് 4-term average. 4-term averagesന് ഞാൻ F1 എന്ന് എടുക്കുന്നു. This is F1. F2 will be A2 plus A3 plus A4 plus A5 A4 plus A5 divided by 4. ഇങ്ങനെ നമുക്ക് എഴുതാം. And for this 4-term averages the condition is that they are strictly increasing, which means F1 ആണ് ഏറ്റവും ചെറുത്, അതിനേക്കാൾ വലുതാണ് F2, F3 is greater than that, F4 is greater, അങ്ങനെ. ഓക്കെ, ഇതാണ് കണ്ടീഷൻസ്. അതായത് ഈ F1നെയും F2നെയും നമുക്ക് ടേംസിന്റെ രീതിയിൽ എങ്ങനെ കണക്ട് ചെയ്യാം? നമുക്ക് ഈ ആവറേജസ് അല്ല, നമുക്ക് ടേംസ് എങ്ങനെയാണെന്നാണ് നോക്കേണ്ടത്. എന്നിട്ട് വാട്ട് വിൽ ബി ദ മാക്സിമം ലെങ്ത് ഓഫ് ദ സീക്വൻസ് അതാണ് കാണേണ്ടത്. സോ ലെറ്റ്സ് കണക്ട് ദ ടേംസ് ബേസ്ഡ് ഓൺ ദിസ്. വി നോ F2 is greater than F1. So what is F2? 4F2 is equal to A2 plus A3 plus A4 plus A5 അല്ലേ? അതില് ഇതെന്താ? This is 4F1 minus A1. This is 4F1 minus A1. അങ്ങനെയാണെങ്കിൽ we have 4F2 minus 4F1 is equal to A5 minus A1. 4 into F2 minus F1 is equal to A5 minus A1. A5 minus A1. So അത് ഇവിടെ പ്ലഗ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുക F2 minus F1 greater than or equal to 0. Which is A5 minus A1 divided by 4 greater than or equal to 0. A5 should be greater than A1 എന്ന് കിട്ടും. ഇവിടുന്ന് we will get A5 should be greater than A1. Similarly, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് നോക്കിയാൽ അടുത്തത് we have F3 greater than F2. Strictly increasing എന്നല്ലേ പറഞ്ഞത്? സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്. F3 greater than F2. അത് ചെയ്താൽ എന്തായിരിക്കും കിട്ടുക? ഇതേപോലെ തന്നെ ആയിരിക്കും കിട്ടുക. We will be getting A6 greater than A2. If we do F3 greater than F2, we will be getting A6 greater than A2. If we do F4 greater than F3, similarly നമുക്ക് എന്തായാലും കിട്ടാൻ പോകുന്നത് A7 greater than A3. If we do F5 greater than F4, we will be getting F5 greater than F4 ആണെന്നുണ്ടെങ്കിൽ we will be getting 8 greater than A4. ഓൾസോ ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണല്ലോ. നമുക്ക് ഇടക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയി ഇങ്ങനെ പോകണം. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ A5 വന്നല്ലേ, ഇപ്പോൾ F6ന്റെ കാര്യത്തിൽ വരുമ്പോൾ F6 should be greater than F5. So that means A10 will be greater than A10 അല്ല, A9 will be greater than A5. A9 will be greater than A5 എന്ന് വരും. ആ A5നെ നമ്മൾ A1നുമായി കണക്ട് ചെയ്തതാണ്. അപ്പോൾ A1 ഇങ്ങനെ വരും. A5 അതിനേക്കാൾ വലുതായിരിക്കണം A9. ഇനി അതിനേക്കാൾ വലുതായിരിക്കണം A13. അങ്ങനെ പോകും. ഓൾസോ നമുക്ക് വേറെ എന്തും കൂടി കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടിയല്ലോ. ഇനി കുറച്ച് കഴിയുമ്പോൾ A10 greater than A6 എന്ന് കിട്ടേണ്ടതാണ്. അപ്പം ഇത് ഇങ്ങനെ പോകും. ഓൾസോ വേറെ കിട്ടും A3, A7, A11, A15 അങ്ങനെ പോകും. ഇങ്ങനെ ഈ നാല് ടേംസ് തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഈ 4 ആവറേജസ്, കോൺസിക്യൂട്ടീവ് 4 ടേംസിന്റെ ആവറേജസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ വരുന്നത് കാണാൻ പറ്റും. ദാറ്റ് ഈസ് AI ഇസ് ഗ്രേറ്റർ ദാൻ AI plus 4 greater than AI plus 8 ഇങ്ങനെയാണ്. AI is less than AI4, AI8 ഇങ്ങനെ ഈ ഒരു റിലേഷൻ പോകുന്നതായിട്ട് കാണാൻ പറ്റും.
ഇനി ഇതേപോലെ നമ്മൾ അടുത്ത് ചെയ്യുന്നു 7 ആവറേജസ്. 7 ആവറേജസ് ചെയ്യുന്നു. S1 എന്തായിരിക്കും? അപ്പോൾ A1 പ്ലസ് A2 പ്ലസ് അപ് ടു A7/7. S2 is equal to A2 പ്ലസ് അപ് ടു A8 ഡിവൈഡഡ് ബൈ 7 ആയിരിക്കും. നമുക്കറിയാം ദേ ആർ ഡിക്രീസിങ്. ഇവർ ഡിക്രീസിങ് ആണ്. സോ S1 is greater than S2 is greater than S3. അങ്ങനെ ഇത് ഡിക്രീസിങ് ആണ്. 7 ആവറേജസ് ആർ ഡിക്രീസിങ്. സോ S1 മൈനസ് S2 is greater than 0. അപ്പൊ ഇത് ഇങ്ങനെ നോക്കിയാൽ മതിയായിരുന്നു. S1 മൈനസ് S2 മതി. ഇപ്പൊ മൈനസ് A2 പ്ലസ് A3 പ്ലസ് അപ് ടു A8 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ വി വിൽ ഗെറ്റ് എല്ലാം ക്യാൻസൽ ആയിട്ട് A1 മൈനസ് A8 ഗ്രേറ്റർ ദാൻ 0. A1 ഈസ് ഗ്രേറ്റർ ദാൻ A8 എന്ന് കിട്ടും. A1 ഈസ് ഗ്രേറ്റർ ദാൻ A8 എന്ന് കിട്ടും. ഇനി S2 മൈനസ് S3 ഗ്രേറ്റർ ദാൻ 0 ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് A2 ഈസ് ഗ്രേറ്റർ ദാൻ A9 കിട്ടും. പിന്നെ A3 ഈസ് ഗ്രേറ്റർ ദാൻ A10 കിട്ടും. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയി A8 ഈസ് ഗ്രേറ്റർ ദാൻ A15 എന്ന് കിട്ടും. അപ്പോൾ നേരത്തെ 4 ആവറേജസിൽ അതെല്ലാം റിലേറ്റഡ് ആയ പോലെ വാട്ട് വി വിൽ ബി ഗെറ്റിംഗ് ഹിയർ ഇസ് A1 ഈസ് ഗ്രേറ്റർ ദാൻ A8 വിച്ച് വിൽ ബി ഗ്രേറ്റർ ദാൻ A15 which will be greater than A22. അങ്ങനെ പോവും. A2 will be greater than A9 which will be greater than A16. ഇത് അങ്ങനെ പോവും. For A3 it is greater than A10 greater than A17. അത് അങ്ങനെ പോവും. ഇനി കുറച്ച് പോയിട്ട് A7 വരും which will be greater than A14 which will be greater than A21. അങ്ങനെ പോവും. ഇവിടെ it stopped at A4. ഇവിടെ ഇങ്ങനെയും പോവും. അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടീഷൻസ്. ഇതും സാറ്റിസ്ഫൈ ചെയ്യപ്പെടണം. ഇതും സാറ്റിസ്ഫൈ ചെയ്യപ്പെടണം. അതിനൊരു മാക്സിമം പോസിബിൾ ലെങ്ത് ഉണ്ട്. ഒരു മാക്സിമം പോസിബിൾ ലെങ്ത്തിന്റെ അപ്പുറത്തേക്ക് ഇത് സാറ്റിസ്ഫൈ ചെയ്യപ്പെടാതെ പോകും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദാറ്റ് മാക്സിമം പോസിബിൾ ലെങ്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഒരു ചെറിയ നമ്പറിന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു 2 ഡിജിറ്റ് നമ്പറിന് സ്റ്റാർട്ട് ചെയ്യുന്നു. 11. n ഈസ് ഈക്വൽ ടു 11 കൺസിഡർ ചെയ്യുന്നു. 11 നമ്പേഴ്സേ ഇതിലുള്ളൂ. അപ്പൊ നമുക്ക് കണ്ടീഷൻസ് എന്തൊക്കെയാണുള്ളത്? A1 ഈ ഫസ്റ്റിലാ ഇവിടെ നോക്കുമ്പോൾ A1 A5 A9. ഓക്കെ, അതേപോലെ A2 A6 A10 ഇങ്ങനെ ചെയ്യണം. A3 A7 A11 ഇവരിങ്ങനെ ഫോളോ ചെയ്യണം. അടുത്തത് A4 A8 ഇതും ഫോളോ ചെയ്യണം. ഫോർ 4 ആവറേജസ്. ഇൻ ദ കേസ് ഓഫ് 7 ആവറേജസ് A1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ A8. A2 should be greater than A9. A3 should be greater than A10. A4 should be greater than A11. A5 in case of 7 averages dependency ഇല്ല, കാരണം there is no A12. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഇത് സാറ്റിസ്ഫൈ ചെയ്യുമോ നോക്കണം. അതായത് ഇങ്ങനെ നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമോ? ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ട് ക്യാൻ ബി മേക്ക് എ സീക്വൻസ് ഓർ നമുക്ക് എവിടെയെങ്കിലും കോൺട്രഡിക്ടറി ആയിട്ട് വരുമോ ഇത് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ? നമുക്ക് ഇങ്ങനെ നോക്കാം. അപ്പൊ നമുക്ക് ഈ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ നോക്കാം. എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ ഗ്രേറ്റസ്റ്റ് നമ്പേഴ്സ് എഴുതുന്നു, ഇവിടെയാണ് ലീസ്റ്റ് നമ്പേഴ്സ്. നമ്മൾ ഓരോ ഇനീക്വാളിറ്റിയിലൂടെയും കടന്നു പോകുമ്പോൾ വി അറേഞ്ച് നമ്പേഴ്സ്. നമ്മൾ നമ്പേഴ്സിനെ ഇങ്ങനെ സോർട്ട് ചെയ്യുന്നു. സോ ഇതാണ് ഇവിടുത്തെ ഇനീക്വാളിറ്റി. A1 A5 A9 വലുതാണ്. അപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങനെ സോർട്ട് ചെയ്തു. ഗ്രേറ്റസ്റ്റ് നമ്പേഴ്സ് ഒക്കെ ഈ സൈഡിലാണ്, ആ G എന്നത് സൈഡിൽ. അടുത്തത് A2 A6 ഇനി ഈ A1 A5 A9 ഉള്ള വേറെ ഏതെങ്കിലും ഇനീക്വാളിറ്റി നോക്കാം. ഹിയർ വി ഹാവ് A9. ദിസ് A9 ഷുഡ് ബി ലെസ് ദാൻ A2. A2 A9 വലുതായിരിക്കണം എന്നാണ് പറഞ്ഞത്. A2 A9 വലുതായിരിക്കണം. അപ്പൊ നമുക്ക് A2 ഇവിടെ എങ്ങാനും എഴുതാം. A2 A9 വലുതാണ്. അപ്പൊ ഇതുമായി. ഇനി അടുത്തത് A1 A8 വലുതാണ്. A1 is greater than A8. So we can write A8 somewhere here. A8 ഇവിടെ എവിടെയോ ആണ്. ഇത് ഒരേ ലൈനിലല്ല. സോ ഇവരെ ഈ ലൈനിലുള്ളവരായിട്ട് ഈ ലൈനിലുള്ളവർക്ക് കമ്പാരിസൺ ഒന്നുമില്ല. ദേ ആർ ജസ്റ്റ് എബവ് ബിലോ കാണിക്കാനേ ഉള്ളൂ. ഇനി A3 is greater than A10 but we have written A10 yet. ഇവിടെ A10 A6 A2 എഴുതിയാൽ ഇത് എഴുതി കഴിഞ്ഞു. that A3 should be greater than A10.
അല്ല, ഇവിടെ ഇങ്ങനെയല്ലല്ലോ. A9 A5 A1. A1 ആണ് ചെറുത്. ആ A8 ഷുഡ് ബി ലെസ് ദാൻ A1. അപ്പൊ ഇവിടെ ആയിരിക്കണം A8. ഓൾസോ A2-നേക്കാൾ ചെറുതാണ് A9. A9 വിൽ ബി സംവെയർ ഹിയർ. ഓക്കെ, A9 വിൽ ബി സംവെയർ ദർ. ഇനി A11 A7 A3 എഴുതി കഴിഞ്ഞു. അതിനേക്കാൾ ചെറുതായിരിക്കണം A10. A10 വിൽ ബി ഹിയർ. ഇനി A4 and A8. A8 is greater than A4. A8 is greater than A4. And this A4 is greater than A11. A4-നേക്കാൾ വലുതാവണം A11. അപ്പൊ ഇവിടെ നോക്കൂ, A8ഉം A4ഉം കണ്ടോ? A4 അപ്പൊ ഇവിടെ എത്തി. A4 അപ്പൊ ഇവിടെ എത്തി. ഇനി A4 A11-നേക്കാൾ വലുതായിരിക്കണം A4. അപ്പോ A4-നേക്കാൾ, അപ്പൊ A11 ഇവിടെ എഴുതണം. A11 വിൽ ബി ഹിയർ. അപ്പൊ ഇതെല്ലാം ആ സൈഡിലേക്ക് പോവും. A7 A3 A10 വിൽ ബി ഓൺ ദാറ്റ് സൈഡ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് there will be again A6 A2 and A9. there will be again A6 A2 and A9. അപ്പൊ A9 ഇവിടെയും വന്നു. there is an A9 here, there is an A9 here. അപ്പൊ A9 ആ രണ്ട് പ്ലേസിലും വരണം. that's contradictory. A9 ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ A9 ആ രണ്ട് പ്ലേസിലും വരണം, which is contradictory. so n equal to 11 പോസിബിൾ അല്ല. you can't have n equal to 11. n equal to 11-ലെ ഇത് contradictory ആവുന്നുണ്ട്. so you can't have n equal to 11. now we can check for n equal to 10. n equal to 10 ആവുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഇനീക്വാളിറ്റീസ് ഏതൊക്കെയാണ്? ഈ ഇനീക്വാളിറ്റി ഉണ്ടായിരിക്കും. and we will have A2 A6 A10, A3 A7, A4 and A8. and in the case of 7 averages we will have A1 greater than A8, A2 greater than A9 and A3 greater than A10. ഇങ്ങനെ ഇത്രയും ഇനീക്വാളിറ്റീസ് ആണ് ഉണ്ടാവുക. now let's arrange this. അപ്പോൾ ഇവിടെ ഗ്രേറ്റസ്റ്റ്, ഇവിടെ ലീസ്റ്റ്. so A9 A5 and A1, A10 A6 and A2, and A7 is greater than A3, A8 is greater than A4. അതിലേക്ക് A1 is greater than A8. അപ്പൊ A1 ആണ് A8-നേക്കാൾ വലുത്. so A8 and A4 will come here. ഇത് നമ്മൾ അക്കൗണ്ട് ചെയ്തു. A2 is greater than A9. here we have A2. ആ A2 A9-നേക്കാൾ വലുതാണ്. അപ്പോൾ all of this will go here. അതെല്ലാം കൂടി അവിടെ പോകണം. A2 A6 A10. അപ്പൊ നമ്മൾ ഇതും അക്കൗണ്ട് ചെയ്തു. and A3 is greater than A10. so you can just put A3 here and A7 will come here. അപ്പോൾ ഇത് ഓക്കെ ആണ്. ഇവിടെ നമുക്ക് എവിടെയും കോൺട്രഡിക്ഷൻ വന്നിട്ടില്ല. ആ 10 എണ്ണത്തിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റി. 10 എണ്ണം അല്ലേ? 10 എണ്ണത്തിനെ നമ്മൾ അറേഞ്ച് ചെയ്യാൻ പറ്റി വിത്തൗട്ട് എനി കോൺട്രഡിക്ഷൻ ഇൻ എനി ഓഫ് ദ ഇനീക്വാലിറ്റീസ്. സോ n ഈക്വൽ ടു 10. അപ്പൊ 10-ൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നു. n ഈക്വൽ ടു 10 ഇസ് ദി മാക്സിമം ലെങ്ത് ഓഫ് ദ സീക്വൻസ്. n ഈക്വൽ ടു 10 ആണ് ഇതിന്റെ ആൻസർ.